ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമൂസയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മളിന്നിവിടെ സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മീഡിയം സൈസ്, ഒത്തിരി വലുതുമല്ല എന്നാൽ ചെറുതുമല്ലാത്ത രീതിയിലുള്ള ഒരു 6 സവോള എടുത്തിട്ടുണ്ട്. ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, അതേപോലെ ഒരു 6-7 വെളുത്തുള്ളി ചതുക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, പുതിനയില. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പനീറാണ്. പനീർ ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കാം. ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി. ഇതിലേക്ക് നമ്മൾ ചതുക്കിയെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ഒന്ന് ചൂടായി വരുമ്പോൾ സവോള, ഒന്ന് വഴറ്റിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കും. ഉള്ളി പെട്ടെന്നൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഉള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി ഉള്ളിയിൽ നിന്നുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നല്ല പോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മീറ്റ് മസാല, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്കുള്ള ഒരല്പം ഉപ്പ്, ഇതിലേക്ക് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ റോസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ പനീർ ഫ്രൈ ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിനി സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലൊരു ഷീറ്റ് എടുക്കുക. നമുക്ക് ഇതേപോലെ അങ്ങനെ
ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി ഇതേപോലെ മടക്കിയെടുക്കാം. ഇതേപോലെ അല്പം നമുക്ക് തേച്ച് കൊടുക്കാം. ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതാ നമ്മളിവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലാണ് ഫോൾഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് കയ്യിൽ വെച്ചിട്ട് മൈദമാവൊന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിതാ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് താഴെ വെച്ച് കൊടുത്തിട്ട് ഒരല്പം മൈദമാവ് ഒന്ന് ഇതേപോലെ സൈഡിലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ചെയ്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഉള്ളിലാക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഫില്ലിങ് നമ്മളെപ്പോഴും ഒന്ന് പരത്തി വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു സമൂസയുടെ ഷേപ്പിൽ നമുക്ക് മടക്കി എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മളിനി ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഈ ഒരു വശം കൂടെ ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരല്പം മാവും കൂടെ തേച്ച് ഉള്ളിലേക്കൊന്ന് കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സമൂസ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ സമൂസ ഒക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 എണ്ണമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഞാനിതാ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റെഡിയാവട്ടെ. ഇനി നമുക്ക് ഓരോന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫും ചിക്കനൊന്നും ഇല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള സമൂസ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റവും കൂടെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാലക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.